ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ണനോടൊപ്പം കെട്ടുനിറച്ച് ശബരിമലയ്ക്ക് പോകാനായിട്ട് സാഗരം മഞ്ജുവിനോടൊപ്പം കമലേശ്വരത്ത് വരുന്നുണ്ട്. ശേഷം സാഗരേട്ടൻ വന്നിട്ടുണ്ടെന്നും അമ്മയ്ക്കും ഉണ്ണിയേട്ടനും ഇഷ്ടമാവില്ല എന്ന് കരുതി സാഗരേട്ടൻ പുറത്ത് നിൽക്കുകയാണെന്ന് മഞ്ജു പറയുമ്പോൾ അത് കേട്ട് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കണ്ണന്. അതിന് ഇത് അവരുടെ വീടല്ലല്ലോ, നീ ചെന്ന് അവനെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞ് മഞ്ജുവിനെ സാഗറിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട് കണ്ണൻ. തുടർന്ന് സാഗറിനെ മരുമകനായിട്ട് ഞാൻ അംഗീകരിച്ചിട്ടില്ല എന്ന് ദുർഗ പറയുമ്പോൾ ദുർഗയ്ക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. മഞ്ജു ആണെങ്കിൽ സാഗറിനെ നിർബന്ധിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. ഇതെൻ്റെയും എൻ്റെ ഭാര്യയുടെയും വീടാണെന്നും ഇവിടെ ആര് വരണം വരണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ്. ഇവിടെ താമസിക്കുന്ന മറ്റു പലരേക്കാളും ഈ വീട്ടിൽ കയറാനും താമസിക്കാനും അർഹതയുള്ളയാൾ നീയാണെന്ന് ദുർഗയും ഉണ്ണിയും കരുണയും കേൾക്കെ തന്നെ മഞ്ജുവിനെയും സാഗറിനെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഇതേസമയം മാർക്കോയും ലോപ്പസും അവിടേക്ക് വരുന്നുണ്ട് കണ്ണനോടൊപ്പം കെട്ടിനിറച്ച് ശബരിമലയ്ക്ക് പോകാനായിട്ട്. അപ്പോൾ മാർക്കോയെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ കണ്ണന്. അപ്പോൾ ദുർഗയ്ക്കും ഉണ്ണിക്കും കരുണയ്ക്കും ഒന്നും ഇത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, നിൻ്റെ ആളുകളൊക്കെ എത്തിയല്ലോ, ഇനി നീ മലയ്ക്ക് പോയി വന്നു കഴിഞ്ഞാൽ ഞങ്ങളെയൊക്കെ ഇവിടുന്ന് ആട്ടി ഇറക്കി ഇവരെ ഇവിടെ കയറ്റി താമസിപ്പിക്കൂ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ചെയ്യാനും മാത്രം നിങ്ങളുടെ അത്ര മനസാക്ഷി ഇല്ലാത്തവനല്ല എനിക്ക് അങ്ങനെ ചെയ്യണമായിരുന്നെങ്കിൽ ഇതിന് മുൻപ് തന്നെ അത് ആവാമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയുടെ വായടപ്പിക്കുന്ന മറുപടി തന്നെ കണ്ണൻ കൊടുക്കുന്നുണ്ട്. ഇതേസമയം മഹാലക്ഷ്മിയും അവിടേക്ക് വരുന്നുണ്ട്. മാർക്കോയും ലോപ്പസും വന്നോ, നിങ്ങൾ 3 പേരും കണ്ണേട്ടൻ്റെ കൂടെ പോകുന്നുണ്ടല്ലോ എന്ന ധൈര്യം മാത്രമേ എനിക്കുള്ളൂ. കണ്ണേട്ടനെ അപായപ്പെടുത്താൻ ആർക്കെങ്കിലും ഇവിടെയുള്ളവർ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല എന്ന് ദുർഗയും ഉണ്ണിയും കരുണയും ഉദ്ദേശിച്ച മഹി പറയുമ്പോൾ മഹാലക്ഷ്മി ഒന്നുകൊണ്ടും പേടിക്കണ്ട, കണ്ണൻ സാറിനെ സുരക്ഷിതമായിട്ട് മല ചവിട്ടി അയ്യപ്പ ദർശനം നടത്തി തിരികെ ഇവിടെ എത്തിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. വഴിക്ക് വെച്ച് ആരെങ്കിലും കണ്ണൻ സാറിനെ അപായപ്പെടുത്താൻ തുനിഞ്ഞാൽ അവർ പിന്നെ പുറം ലോകം കാണില്ല എന്ന് മാർക്ക് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഉണ്ണിയും ദുർഗയും കരുണയാണെങ്കിൽ പരസ്പരം നോക്കുന്നുണ്ട്. തുടർന്ന് കണ്ണനും പറയുന്നുണ്ട്, താനും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അനന്തുവിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊള്ളണം, തന്നെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തി പോവാൻ എനിക്കും വിശ്വാസം ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നതും ദുർഗയ്ക്കും കരുണയ്ക്കും അതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഇതേ സമയം ദുർഗ മഞ്ജുവിനോട് പറയുന്നുണ്ട്, മോളെ നീ ഇവൻ മലയ്ക്ക് പോയിട്ട് വരുന്നത് വരെ ഇവിടെ അമ്മയോടൊപ്പം നിന്നാൽ മതി, യാതൊരു സുരക്ഷിതവും ഇല്ലാത്ത ആ വീട്ടിൽ മോളെ ഒറ്റയ്ക്ക് കഴിയണ്ട എന്നെല്ലാം പറയുമ്പോൾ എന്നെ ആരെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അമ്മയുടെ അനന്തരവൻ തന്നെയായിരിക്കും, അല്ലാതെ മറ്റാരെയും എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയ്ക്ക് നല്ല മറുപടി തന്നെ മഞ്ജുവും കൊടുക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മേഘനാണെങ്കിൽ ഇത്തവണ കണ്ണനെ കൊല്ലാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ്. അപ്പോൾ ഇതേസമയം സീമന്തിനെയും വാമനും അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇന്ന് കണ്ണൻ മലയ്ക്ക് പോവുകയാണ്. അവനോടൊപ്പം ഞാൻ കൊട്ടേഷൻ കൊടുത്തിട്ടുള്ളവരും മല ചവിട്ടും. ആ കാട്ടിൽ വച്ച് ആർക്കും ഒരു സംശയവും ഇല്ലാതെ അവന്മാരെ കണ്ണനെയും മാർക്കോയും സാഗറയും ഒരുമിച്ച് തീർക്കും. ഒരു മണ്ഡലകാലം കണ്ണന് തോര കണ്ണീര് കൊടുത്തിരുന്നു, ഇനിയും അത് അങ്ങനെ തന്നെയായിരിക്കും. ഇത്തവണ അവൻ്റെ ആയുസ് തന്നെയാണ് ഇല്ലാതാകാൻ പോകുന്നത്. അച്ഛൻ അവനെ വർഷങ്ങൾ വീൽ ചെയറിൽ തളർത്തിയിട്ട് ഇടാൻ കഴിഞ്ഞു. ഞാൻ അവനെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പറഞ്ഞു വിടും. മലയ്ക്ക് പോകുന്ന അവർ 3 പേരും ഇനി ഒരിക്കലും ജീവനോട് തിരിച്ചു വരില്ല എന്നെല്ലാം മേഘം പറയുമ്പോൾ നീ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ അത്ര പെട്ടെന്ന് നടത്തിയെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല മേഘ. കാരണം ആ മാർക്കോ അവനോടൊപ്പം മല ചവിട്ടുന്നുണ്ട്. അവനും മഹാലക്ഷ്മിയെ പോലെ എന്തോ ദൈവിക ചൈതന്യം ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോൾ അത് കേട്ട് വാമനെ കൊല്ലാനുള്ള ദേഷ്യം വരുന്നുണ്ട് കേട്ടോ മേഘന്. അങ്ങനെ മേഘൻ ദേഷ്യത്തോടെ അവിടെ നിന്നും പോകുന്നു. ശേഷം സീമന്തിനിയോടും സ്വാതിയോടുമായിട്ട് വാമൻ പറയുന്നുണ്ട്, അവനിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ണനോടും മഹാലക്ഷ്മിയോടും ഒന്നുമല്ല, സാക്ഷാൽ അയ്യപ്പസ്വാമിയോട് തന്നെയാണ്. അതുകൊണ്ട് നിന്റെ മകന് ഒന്നും സംഭവിക്കാതിരിക്കാൻ നീ അയ്യപ്പസ്വാമിയെ തന്നെ വിളിച്ച് പ്രാർത്ഥിച്ചോ സീമന്തിനി എന്ന് പറയുന്നുണ്ട് കേട്ടോ വാമൻ. പിന്നീട് ഇവിടെ കമലേശ്വരത്ത് കെട്ടുനിറയുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാകുന്നു. മഹാലക്ഷ്മിയും മഞ്ജുവും എല്ലാം കണ്ണന് യാതൊരു ആപത്തും കൂടാതെ തിരിച്ചു വരാൻ വേണ്ടി മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. തുടർന്ന് കുടുംബത്തിലെ മുതിർന്ന ആർക്കെങ്കിലും ദക്ഷിണ കൊടുത്തിട്ട് വേണം പുറപ്പെടാൻ എന്ന ഗുരുസ്വാമി പറഞ്ഞതിനെ തുടർന്ന് കണ്ണൻ ദുർഗയ്ക്ക് ദക്ഷിണയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കെട്ടുനിറച്ച് കണ്ണനും മാർക്കോയും ലോപ്പസും സാഗറും കൂടി മലയ്ക്ക് പോകുന്നു. അപ്പോൾ കണ്ണൻ പോയ ഉടനെ തന്നെ മഹാലക്ഷ്മി അവിടെ നിന്നും അനന്തുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. മഞ്ജുവിനെ ആണെങ്കിൽ ദുർഗ അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ ഇല്ലാതാക്കണം, അവൾ ഗർഭിണിയാണെന്ന് കരുതി അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ ഇല്ലാതാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി കമലേശ്വരത്ത് തന്നെ നിർബന്ധിച്ച് നിർത്തുന്നുണ്ട്. പിന്നീട് മേഘനാണെങ്കിൽ ഗുണ്ടകളെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അവരവിടെ നിന്നും കെട്ടുനിറച്ച് ഇറങ്ങിയെന്നും നിങ്ങൾ അവരുടെ കൂടെ ചേരണം, അവർക്ക് യാതൊരു സംശയവും തോന്നരുത്,
നിങ്ങൾ കരുതുന്നത് പോലെ അവരത്ര നിസ്സാരന്മാരല്ല. ഇതിനു മുൻപ് പലപ്പോഴായിട്ട് അവരെ തീർക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്. അന്നൊന്നും അതിന് സാധിച്ചിട്ടില്ല. ഇതിപ്പോൾ കാട്ടിലായതുകൊണ്ട് ആർക്കും യാതൊരു സംശയവും തോന്നരുത്. എല്ലാം നിങ്ങൾ വേണ്ടതുപോലെ ചെയ്യണമെന്നെല്ലാം വീണ്ടും ഗുണ്ടകളെ വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ മേഘൻ. അപ്പോൾ അതെല്ലാം ഏറ്റു സാറേ, ആർക്കും യാതൊരു സംശയവും തോന്നുന്നില്ല. അവരിനി അവരുടെ പൊടി പോലും ഇനി കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നെല്ലാം ഗുണ്ടകൾ മേഘനോട് വാക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കണ്ണനും മാർക്കോയും ലോപ്പസും സാഗറും കൂടി കെട്ടിനിറച്ച് ശബരിമലയ്ക്ക് യാത്ര തിരിക്കുന്നു. ഇടയ്ക്ക് ഒരു ക്ഷേത്രത്തിൽ അവർ തൊഴാനായിട്ട് കയറുമ്പോൾ മേഘൻ പറഞ്ഞു വിട്ട വാടക കൊലയാളികളും അയ്യപ്പന്മാരാണെന്ന വ്യാജേന അവരോടൊപ്പം കൂടുന്നുണ്ട്. തുടക്കത്തിലൊന്നും അവർക്ക് യാതൊരു സംശയവും തോന്നുന്നില്ല കേട്ടോ ഗുണ്ടകളെക്കുറിച്ച്. പക്ഷേ മാർക്കോയുടെ കയ്യിലുള്ള ആ വേലിൻ്റെ ശക്തി കൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പ്രതിരൂപമായ മാർക്കോയ്ക്ക് അവർ വാടക കൊലയാളികൾ, കണ്ണനെ അപായപ്പെടുത്താൻ വന്നിരിക്കുന്ന വാടക കൊലയാളികൾ ആണെന്ന് മനസ്സിലാകുകയും തുടർന്ന് അവർ ഇടയ്ക്ക് വെച്ച് കണ്ണനെ അപായപ്പെടുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ കണ്ണൻ്റെ ജീവൻ എല്ലാ തവണത്തെയും പോലെ മാർക്കോ രക്ഷിക്കുന്നുണ്ട്. അങ്ങനെ അമ്മ പറഞ്ഞതുപോലെ ദശാസന്ധിയുടെ അവസാന ഘട്ടം ആയതുകൊണ്ട് തന്നെ കണ്ണൻ മരണത്തെ മുഖാമുഖം കാണുന്നുണ്ടെങ്കിലും കണ്ണന് യാതൊന്നും സംഭവിക്കുന്നില്ല, ഒരു പോറൽ പോലും ഏൽക്കുന്നില്ല. അങ്ങനെ അയ്യപ്പ ദർശനം നടത്തി കണ്ണൻ സുഖമായിട്ട് അയ്യപ്പ ദർശനം നടത്താൻ തന്നെ കണ്ണന് കഴിയുന്നുണ്ട്. അങ്ങനെ തിരിച്ച് മലയിറങ്ങുന്നുണ്ട് കേട്ടോ. പിന്നീട് മേഘനാണെങ്കിലും വാടകക്കൊലയാളികളുടെ വിവരമൊന്നും അറിയാത്തതിനെ തുടർന്ന് അവരെ വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, ഒരു പക്ഷേ അവർ കണ്ണനെ തീർത്ത് കാണും, എന്നിട്ട് ഒളിവിൽ പോയതായിരിക്കും, എന്തായാലും 2 ദിവസം കൂടി വെയിറ്റ് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അങ്ങനെ ഇത്തവണ കണ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആളെ വിട്ട മേഘന് അയ്യപ്പസ്വാമി തന്നെയാണ് നല്ലൊരു തിരിച്ചടി കൊടുക്കുന്നത്. അതായത് അയാൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന വഴിക്ക് അയാൾക്ക് വലിയൊരു ആക്സിഡൻറ്റ് സംഭവിക്കുകയും അതോടുകൂടി തന്നെ ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നു പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ അയ്യപ്പസ്വാമിയുടെ ആ കോപത്തിന് ഇരയാവുകയാണ് മേഘൻ. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്